നല്ല ഫ്രഷ് ചൂരമീൻ ഏട്ടൻ ഇവിടെ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ 2 മീനും എടുത്തിട്ട് ഞാൻ കറിയും വെച്ചിട്ട് ബാക്കിയുള്ളതിന് എന്തായാലും എന്താ പറയുക, നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസത്തിന് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്കിലും അതിനെ ഒരുവിധം കറക്റ്റാക്കി ഈ മുള്ള് മാത്രമാക്കി മാറ്റിയെടുത്ത് അതിനെ കട്ട് ചെയ്തെടുത്തു. ചെറിയ പീസാക്കി തുണ്ട് പീസാക്കിയിട്ട് നമുക്ക് വറുക്കുമ്പോൾ കറക്റ്റാകണമല്ലോ, സെയിം അളവിൽ എല്ലാം കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നന്നായി കഴുകി അതിന് അച്ചാറിന് വേണ്ട ഐറ്റംസ് മഞ്ഞൾപ്പൊടി നമുക്ക് അളവിന് ഒരു 3/4 ടീസ്പൂണോളം ഇട്ടു. ഇതിൽ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം ഇട്ടു. മുളക് പൊടി ഇട്ടു. ഉപ്പ് ഞാനൊരു എൻ്റെ കൈ അളവിനാണ് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി പുരട്ടി 1 മണിക്കൂർ വെച്ചതിന് ശേഷം എന്താ വെച്ചാൽ നന്നായിട്ട് വെച്ചാൽ അതിന് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും അതിനെന്ത് ചെയ്യണം, എടുത്ത് വെക്കണം. എന്നാലേ അത് നന്നായിട്ട് ഉപ്പും മുളകും നന്നായി പിടിക്കുള്ളൂ. അതുകാരണം ഞാനതൊക്കെ കുറേ നേരം വെച്ചിട്ടാണ് അതിനെ വറുത്തെടുത്തത്. വറുക്കുക പറയുമ്പോൾ നന്നായി വറുക്കണം. വറുക്കുമ്പോൾ ഉള്ളിൽ ആ സോഫ്റ്റൻ ഉള്ള അതുപോലും പാടില്ല. നന്നായി മുറിച്ച് വറുത്തെടുക്കുമ്പോൾ എന്താ പറയുക, ഒരു 6 മാസമോളം ഈ അച്ചാർ കേടുകൂടാതിരിക്കും. അപ്പോൾ അതിന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിനൊക്കെയാണ് വേണ്ടത്. പിന്നെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, പിന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പച്ചമുളകും കൂടി ഇട്ട് വഴറ്റി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2.5 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും നോർമൽ മുളക് പൊടി വന്നിട്ട് 2 ടീസ്പൂണും അങ്ങനെ ഇട്ടു. പിന്നെ ഉപ്പും പാകത്തിനൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ വറുത്ത മീനും കൂടി കൊട്ടിയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മുളകും എല്ലാം മുന്നിട്ട് നിൽക്കണ്ടോ നോക്കി. ഒരു ഇതും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായി തിളപ്പിച്ച് വിനേഗറൊക്കെ ഒഴിച്ച് 1/2 ഗ്ലാസ് വിനേഗർ ഒഴിച്ച് ഇറക്കി ആറിയതിന് ശേഷം ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഇത് 1 മാസമോളം ഞാൻ പുറത്ത് വെച്ച് തന്നെ ഉപയോഗിച്ചത്. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുപ്പിയിലാക്കുമ്പോൾ ആ കുപ്പീൻ്റെ നിൽക്കാതെ നമ്മൾ നല്ലെണ്ണ നന്നായിട്ട് ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ലെണ്ണ തിളപ്പിച്ച് ആറി വെച്ചതിന് മുകളിൽ വെച്ചപ്പോൾ വലിയ പ്രശ്നമില്ലാതെ അത് ഉപയോഗിക്കാനും പറ്റി. വലിയ മോശമാകാതെ ഇരുന്നും ചെയ്തു. നന്നായിട്ട്